കൊല്ലത്ത് കരുനാഗപ്പള്ളി മദ്രസയിൽ നിന്നും വ്യാജ ആധാർ കാർഡുമായി ബംഗ്ലാദേശ് വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയകളിലും വാർത്തകളിലും പ്രത്യേകിച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലും വളരെ നല്ല രീതിയിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയാണിത്. ഇതിന്റെ പോസ്റ്റുകളും സ്ക്രീൻഷോട്ടുകളും നമ്മളിൽ പലരും കണ്ടിട്ടുള്ളതുമാണ്. എന്നാൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? നമുക്കൊന്ന് പരിശോധിച്ചാലോ. സത്യത്തിൽ ഇങ്ങനെ ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ സംഭവവും പ്രചരിക്കുന്ന വാർത്തയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇത് ഇപ്പോൾ നടന്ന സംഭവമല്ല. 2025 ഒക്ടോബറിൽ കൊല്ലം സിറ്റി പോലീസ് തീരദേശ പ്രദേശങ്ങളിൽ നടത്തിയ സുരക്ഷിത തീരം എന്ന പരിശോധനയിലാണ് പരിമൽ ദാസ് എന്നു പേരുള്ള ബംഗ്ലാദേശ് സ്വദേശി പോലീസ് പിടിയിലാവുന്നത്. അറസ്റ്റിലായ വ്യക്തി മദ്രസ വിദ്യാർത്ഥിയല്ല, തീരദേശ പ്രദേശത്ത് മത്സ്യബന്ധനത്തിനു വേണ്ടി വന്ന ഒരു തൊഴിലാളിയാണ്. ഇദ്ദേഹം പശ്ചിമ ബംഗാൾ വഴി ഇന്ത്യയിലേക്ക് കടക്കുകയും വ്യാജ വിലാസത്തിൽ ആധാർ കാർഡ് എടുക്കുകയും ചെയ്തത് ശരിയാണ്. അതിന്റെ പേരിലാണ് അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പീഡനവീരനായ ശ്രീകുമാറിനെ ബിലാലാക്കി മാറ്റിയ ജനൻ ടി വി ഇപ്പോഴിതാ ഹിന്ദു നാമധാരിയായ ബംഗ്ലാദേശ് സ്വദേശിയെ മദ്രസ വിദ്യാർത്ഥിയാക്കി മാറ്റി. 2025 ഒരു ബംഗ്ലാദേശുകാരൻ ഇന്ത്യയിലേക്ക് കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കേന്ദ്രം ഭരിക്കുന്ന നേതാക്കന്മാരുടെ കഴിവുകേട് കൊണ്ട് മാത്രമാണ്. മത്സ്യബന്ധനത്തിനായി ഇവിടെ കടന്നുകൂടിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്ത യഥാർത്ഥ വാർത്തയെ മദ്രസയുമായി കൂട്ടിവായിച്ച് സമൂഹത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടിയാണ് ചില ആളുകളും മലൻ ടി വി പോലുള്ള തീട്ടൻ ചാനലുകളും ശ്രമിക്കുന്നത്. യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത, പ്രത്യേകിച്ച് ജനൻ ടി വി പോലുള്ള വൃത്തികെട്ട ചാനലിൽ വരുന്ന വ്യാജ വാർത്തകൾ ആരും വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. സുഹൃത്തുക്കളെ, ഒരു വാർത്ത കണ്ടാൽ അത് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് അതിൽ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ഇതുപോലുള്ള വൃത്തികെട്ട ചാനലുകാർ ബോധപൂർവം നിർമ്മിച്ചെടുക്കുന്നതാണ് ഇതുപോലുള്ള ഫേക്ക് ന്യൂസുകൾ. അത് നമ്മൾ തിരിച്ചറിയുക. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് സ്നേഹത്തോടെ പറയുകയാണ്, ഇത്രയധികം പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന ഈ തെമ്മാടി ചാനലിനെ കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഭയക്കുന്നത്?